കേരളത്തിലെ ഡിവൈഎഫ്ഐ പുതിയ നേതൃനിരയെ തെരഞ്ഞെടുത്തതോടെ കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ്. ചരിത്രത്തിലാദ്യമായി ഒരു വനിതാ അധ്യക്ഷയെ കേരളത്തിലെ ഡിവൈഎഫ്ഐക്ക് കിട്ടി എന്നതാണ് ഇത്തവണത്തെ അവരുടെ സംസ്ഥാന സമ്മേളനത്തിലെ എടുത്തു പറയേണ്ട കാര്യം. ചിന്താ ജെറോമാണ് അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. പുതിയ സംസ്ഥാന സെക്രട്ടറി എം വിജിൻ MLA ആണ്. പ്രസിഡന്റായിരുന്ന വി വസീഫിനെയും സെക്രട്ടറി വി കെ സനോജിനെയും മാറ്റിയാണ് പുതിയ ആളുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇക്കാലം അത്രയും പുരുഷാധിപത്യമായിരുന്നു സംഘടനയുടെ നേതൃനിരയിൽ ഉണ്ടായതെങ്കിൽ അതിൽ ശക്തമായ ഒരു പൊളിച്ചെഴുത്താണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമൊന്നുമല്ല, മറിച്ച് അത് പാർട്ടിയിലെ വിഭാഗീയതയുടെ ബാക്കിപത്രമാണ് എന്ന ആക്ഷേപങ്ങൾ ഒരു കോണിൽ ഉയരുന്നുണ്ട്. അതെന്തായാലും ഒരു വനിത അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നു എന്നത് സംഘടനയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ ചിന്തയുൾപ്പെടെ പുതിയ നേതൃത്വം വ്യക്തമാക്കിയ കാര്യം ശക്തമായ സമരവുമായി മുന്നോട്ടു പോകേണ്ട കാലമാണ് മുന്നിലെന്നാണ്. വിവിധ വിഷയങ്ങൾ ഉയർത്തി സമരം ചെയ്യേണ്ടതുണ്ട് എന്നാണ് സംഘടനയുടെ നിലപാട്. കഴിഞ്ഞ 10 വർഷവും ഒരു കുഴപ്പവും കേരളത്തിൽ കണ്ടെത്താൻ ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞില്ല എന്നത് CPMന്റെ ഭാഗ്യമാണ്. അല്ലെങ്കിൽ സമരം ചെയ്ത് അവർ LDF സർക്കാരിനെ തന്നെ മുട്ടുകുത്തിച്ചേനെ. പ്രതിപക്ഷ യുവജന സംഘടന എന്ന നിലയിൽ അവർ സമരം ചെയ്യട്ടെ, സർക്കാരിൻ്റെ തെറ്റുകൾ തിരുത്തിക്കട്ടെ. അത് ആവശ്യമാണല്ലോ. ഡിവൈഎഫ്ഐക്ക് വനിതാ അധ്യക്ഷ വന്നപ്പോൾ ചോദ്യങ്ങൾ നേരിടുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആണ്. യൂത്ത് കോൺഗ്രസിൽ ഇത്തരം ഒരു മാറ്റം എന്ന് കാണാനാകുമെന്നാണ് പലരും ഉന്നയിക്കുന്ന ചോദ്യം. ഇന്ന് അധ്യക്ഷനായ മന്ത്രി OJ ജനീഷിനോട് ഡിവൈഎഫ്ഐക്ക് വനിതാ അധ്യക്ഷ വന്നതിനെക്കുറിച്ചും യൂത്ത് കോൺഗ്രസിൽ അതിനുള്ള സാധ്യതകളെക്കുറിച്ചും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അതിന് കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് മന്ത്രി നൽകിയത്. ഡിവൈഎഫ്ഐക്ക് വനിതാ അധ്യക്ഷ വരുന്നത് നല്ല കാര്യമാണ്. യുവജന പ്രസ്ഥാനങ്ങളുടെ അമരത്തേക്ക് വനിതകൾ കടന്നു വരുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നാളുകളിൽ യൂത്ത് കോൺഗ്രസിലും വനിതകൾ കടന്നു വരാനുള്ള അവസരമുണ്ടെങ്കിൽ വരണം. പക്ഷേ വനിതാ അധ്യക്ഷ തെരുവിലൂടെ നടന്ന് നാട്ടുകാർക്ക് കേട്ടാലിറക്കുന്ന രീതിയിലുള്ള ഭാഷയിൽ മുദ്രാവാക്യം വിളിക്കരുത്. അത് ശ്രദ്ധിക്കണം എന്നായിരുന്നു മന്ത്രി നൽകിയ മറുപടി. അത് മന്ത്രി ചിന്തയെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതാണ്. കാരണം മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂരിൽ KSU പ്രവർത്തകർ മർദ്ദിച്ചെന്ന വ്യാജ വാർത്തയ്ക്ക് പിന്നാലെ അന്ന് SFI DYFI സംഘം തെരുവിൽ അഴിഞ്ഞാടുന്നതാണ് കണ്ടത്. കൊല്ലത്ത് അന്ന് രാത്രിയിൽ ചിന്തയുടെ നേതൃത്വത്തിൽ DYFI നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ കേട്ടാലിറക്കുന്ന ഭാഷയിലായിരുന്നു മുദ്രാവാക്യം വിളി. അത് ഏറ്റുവിളിക്കുകയാണ് ചിന്ത ചെയ്തത്. അത് ചിന്ത തടഞ്ഞില്ലെന്ന് മാത്രമല്ല, സഖാക്കളുടെ വൈകാരിക പ്രകടനമെന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് മന്ത്രി OJ ജനീഷ് നൽകിയ ആ പ്രതികരണം കാണാം. അല്ല, ഡിവൈഎഫ്ഐയിൽ വനിതാ അധ്യക്ഷ വരുന്നത് വളരെ നല്ല കാര്യമാണ്. യുവജന പ്രസ്ഥാനങ്ങളുടെ അമരത്തേക്കൊക്കെ വനിതകൾ കടന്നു വരുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നാളുകളിൽ യൂത്ത് കോൺഗ്രസിലും അങ്ങനെ വനിതകളൊക്കെ കടന്നു വരാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ വരണം. പക്ഷെ വനിതാ അധ്യക്ഷ തെരുവിലൂടെ നടന്ന് നാട്ടുകാർക്ക് കേട്ടാലിറക്കുന്ന രീതിയിലുള്ള ഭാഷയിൽ മുദ്രാവാക്യം വിളിക്കരുത്. അത് ശ്രദ്ധിക്കണം. അതേസമയം തന്നെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾ കൂടി ഈ ഓണാഘോഷ പരിപാടിയുടെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് കൂടി ഒന്ന് വിതരണം ചെയ്ത് അവർക്ക് ഒന്ന് കാണിച്ചാൽ മതിയല്ലോ. എല്ലാവർക്കും ഇൻവിറ്റേഷൻ കാർഡ് എത്തിക്കാനുള്ള കൂടി ചെയ്തിട്ടുണ്ട്. ഓക്കെ. അല്ല, ഡിവൈഎഫ്ഐയിൽ വനിതാ അധ്യക്ഷ വരുന്നത് വളരെ നല്ല കാര്യമാണ്. യുവജന പ്രസ്ഥാനങ്ങളുടെ അമരത്തേക്കൊക്കെ വനിതകൾ കടന്നു വരുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നാളുകളിൽ യൂത്ത് കോൺഗ്രസിലും അങ്ങനെ വനിതകളൊക്കെ കടന്നു വരാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ വരണം. പക്ഷെ വനിതാ അധ്യക്ഷ തെരുവിലൂടെ നടന്ന് നാട്ടുകാർക്ക് കേട്ടാലിറക്കുന്ന രീതിയിലുള്ള ഭാഷയിൽ മുദ്രാവാക്യം വിളിക്കരുത്. അത് ശ്രദ്ധിക്കണം. അതേസമയം തന്നെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾ കൂടി ഈ ഓണാഘോഷ പരിപാടിയുടെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് കൂടി ഒന്ന് വിതരണം ചെയ്ത് അവർക്ക് ഒന്ന് കാണിച്ചാൽ മതിയല്ലോ. എല്ലാവർക്കും ഇൻവിറ്റേഷൻ കാർഡ് എത്തിക്കാനുള്ള കൂടി ചെയ്തിട്ടുണ്ട്. ഓക്കെ.